ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് വിൽ മലയാളീസ്. മലയാളികളുടെ എന്നത്തെയും അഹങ്കാരം എന്ന് തന്നെ പറയാം, പെറോട്ടയും ബീഫും. പക്ഷേ ഈയിടെയായി നമുക്കെല്ലാം സുപരിചിതമാണ് കിഴി പെറോട്ട. പക്ഷേ കാനഡയിൽ അത് എവിടെ ലഭിക്കും, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എവിടെ ലഭിക്കുമെന്ന് ഞാനത് തിരക്കിയാണ്. അവസാനം ഒരു കട നമ്മൾ കണ്ടെത്തി, ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തിക്കൊണ്ടേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ അത് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് ആ വിഭവത്തിലേക്ക് കടക്കാം. അങ്ങനെ അവസാനം കിഴി പൊറോട്ട വാങ്ങാനായി കണ്ടെത്തിയ കടയുടെ പേരാണ് തനിമ കേരള കിച്ചൻ ടേക്ക് ഔട്ട് ആൻഡ് കാറ്ററിംഗ്. അപ്പോൾ ആക്ച്വലി ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം 2 തരത്തിലുള്ള കിഴി പൊറോട്ട വാങ്ങിച്ചു. ഒന്ന് മട്ടൺ കിഴി പൊറോട്ട, അതുപോലെ തന്നെ ബീഫ് കിഴി പൊറോട്ട. പിന്നെ അതോടൊപ്പം തന്നെ കപ്പ ബിരിയാണി കണ്ടപ്പോൾ അതും എടുത്തു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് കിഴി പൊറോട്ട ഒന്ന് അഴിച്ച് നോക്കാം. നല്ല രീതിയിൽ അവർ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ഫസ്റ്റ് ലെയർ ഇങ്ങനെ പൊതിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുകയാണ്. അത് തുറന്നെടുക്കുമ്പോൾ അടുത്തത് അതിന് ഉള്ളിൽ വാഴയിലയിൽ നല്ല രീതിയിൽ മുറുക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. കെട്ടഴിക്കാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു, എന്തായാലും ശ്രമിക്കാം. കെട്ടഴിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു മൽപ്പിടുത്തത്തിന് ശേഷം കെട്ടഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാഴയില ഒന്ന് അഴിച്ച് നോക്കാം. അഴിക്കുമ്പോൾ തന്നെ ഗുമ്മെന്ന് അടിക്കുന്നുണ്ട് മണം. അതായത് വാഴയിലയിൽ മിക്സ് ചെയ്ത് പെറോട്ടയുടെയും അതുപോലെ തന്നെ ബീഫിൻ്റെയൊക്കെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഓരോ ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ബീഫും അരപ്പും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അത് പെറോട്ടയോട് കൂടി മിക്സ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ വായിക്കൂടെ കപ്പലോടിക്കും. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മട്ടൻ കിഴി പൊറോട്ട നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇതും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ കറിയിലുണ്ടാകുന്ന വ്യത്യാസമായിരിക്കും ഇതിന് പ്രത്യേകത. മറ്റേത് ബീഫും ഇത് മട്ടൻ, അതും അതേ രീതിയിൽ തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നു അല്പനേരം ഈ കെട്ടിനോട് മൽപ്പിടുത്തം പിടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പറഞ്ഞത് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും മറ്റതിനേക്കാളും വേഗത്തിൽ ഇത് അഴിഞ്ഞ് കിട്ടി. നമുക്കിനി ഇതൊന്ന് അഴിച്ച് നോക്കാം. ഇത് ഏകദേശം ആക്ച്വലി 3 ലെയറാണ് ഇതിൽ വരുന്നത്. ആദ്യം മുകളിലൊരു പൊറോട്ട വെച്ചിരിക്കും, അതിൻ്റെ ഉള്ളിലാണ് ഈ കറി വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് 2 പൊറോട്ട കൂടിയുണ്ട്. എന്ത് തന്നെ ആയാലും ഈ 2 വിഭവവും മട്ടനും ബീഫ് കിഴി പൊറോട്ടയും സൂപ്പർ തന്നെ. അടുത്തായിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു സ്വയംഭം സംഭവം തന്നെ കപ്പ ബിരിയാണി. ഒരു രക്ഷയില്ല. നിങ്ങളിത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 3 വിഭവങ്ങളും തനിമ കേരള കിച്ചണിൽ ചെന്ന് ട്രൈ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഭവങ്ങൾ ഇവിടെ ഉള്ളവർ അവിടെ ചെന്ന് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടെ വേറെ ഇഷ്ടം പോലെ നമ്മുടെ തനി നാടൻ ശൈലിയിലുള്ള വിഭവങ്ങൾ അവിടെ ലഭിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും തനിമ കേരള കിച്ചണിൽ പോയി ഈ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും മലയാളികൾക്ക് വളരെയധികം ഒരു ആശ്വാസമാണ് തനിമ കേരള.